ഞാനെപ്പോഴും പറയാറുള്ളൊരു സംഗതിയുണ്ട്. പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയാണെന്ന്. സംഗതി പലപ്പോഴും ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും അതിലെ ചില സമുദായ സംഘടനകളുടെ ചിലരുടെയെങ്കിലും അവസ്ഥയും ഒരുമാതിരി മോരും മുതിരയും പോലെയാണ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ബെൻസ് കാറിനെ കാളവണ്ടി കെട്ടി വലിക്കുന്നത് പോലെ. സംഗതി മുസ്ലിം സമുദായം നമ്മുടെ വിമാനം പറത്തുന്ന ജുമാന മുതൽ ആഗോള വ്യക്തിത്വമായി തീർന്ന നമ്മുടെ യൂസുഫ് അലീക്ക അടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്ന ഒരുപാട് മനുഷ്യരുടെ ഒക്കെ ഒരു വലിയ മുന്നേറ്റവും അടയാളപ്പെടുത്തലും സാധ്യമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നോട് ഈ അടുത്ത സമയത്ത് ഒരിക്കൽ നമ്മുടെ വണ്ടൂരിലെ MLA യും മുൻ മന്ത്രിയും ഒക്കെയായ അനിൽകുമാർ സാർ വലിയ അഭിമാനത്തോടെ പറയുമായിരുന്നു, എപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും അടുത്തിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അവർ ചിരിക്കുമ്പോൾ എവിടെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെ പേരന്വേഷിക്കുമ്പോൾ ഒരു 90% മുസ്ലിം കുട്ടികളാണ്. അതും മലപ്പുറം മലബാർ മേഖലയിൽ നിന്നാണ്. കാലത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും മാറ്റത്തിൽ എത്രത്തോളം മനോഹരമായിട്ടാണ് അവർ ഈ ലോകത്തോട് സംവദിച്ച് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ പോകുന്നത് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഈ ചില സംഗതികൾ ഈ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ ഒരു അടയാളമായി ചില സൂചനകൾ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ബെൻസ് കാളവണ്ടിയിൽ കെട്ടിവലിക്കുന്നത് പോലെ. ഓർത്തു നോക്കൂ, സമസ്ത വലിയൊരു ആത്മീയ പണ്ഡിത സംഘടനയാണ്. 100 വർഷം പിന്നിട്ട സംഘടന. ഒരുപാട് കാര്യപ്പെട്ട ആലിമീങ്ങൾ വളരെ സൂക്ഷ്മതയോടെ അവർ സഞ്ചരിച്ചിരുന്ന വഴികളിൽ വളരെ ശ്രദ്ധാപൂർവം ഇഹലോകവും പരലോകവും ഒക്കെ സൂക്ഷിച്ച് നന്നായി ജീവിച്ചു പോന്നിരുന്ന ഒരു കുലപതികളായ മുൻഗാമികൾ. അവരുടെ പിന്തുടർച്ചക്കാരായി പലരും പലയിടത്തും എത്തിപ്പെടുന്നത് തങ്ങളുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂക്ഷ്മതയ്ക്കോ അപ്പുറത്ത് പലതരം ഈ ചതുരംഗ പലകയിൽ ഇങ്ങനെ കളിക്കുന്നത് പോലെ കളിച്ചും ഒക്കെ കയറി ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ജീർണത കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും എന്ന് വിചാരിച്ചു പോയി. സമസ്തയുടെ ഒരു മഹാസമ്മേളനം, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗം നടത്തുന്നത് സാക്ഷാൽ ഈ ജാഥയുടെ കമാൻഡൻറ്റ് ജനറലും ഡയറക്ടർ ജനറലും പിന്നെ എല്ലാമായ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാലും കൈവിടാൻ കഴിയാത്തവണ്ണം അത്രയും ഏറ്റവും പരമയോഗ്യത കൽപ്പിച്ച് നൽകിയ ഒരു മഹാനായ മനുഷ്യൻ്റെ സ്വാഗത പ്രസംഗമാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള വിനോദം നമ്മൾ നോക്കേണ്ടതില്ലല്ലോ. അതുപോലെ അഭിനയിക്കോട്ടെ. എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ അയാൾ എന്തായിക്കോട്ടെ, അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം, നമുക്ക് റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം. അത് പിന്നെ നമ്മളെല്ലാവർക്കും ഉള്ളതാ, മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല, പാലം ഉണ്ടായ എല്ലാവർക്കും നടക്കാം. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ സഹകരണം നമുക്ക് വേണം. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തോട് ക്ഷമിച്ചിരിക്കുന്നു. മുഖ്യാതിഥി ബഹു MK മുദീർ, അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. അദ്ദേഹം നമ്മളെ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് ഓർക്കുന്നു. വളരെ വളരെ നല്ല ഒരു ഓർമ്മയാണ് CHന്റെ ഓർമ്മ. നമ്മളെ സംബന്ധിച്ച സമുദായത്തിനും നാട്ടിനും മതേതരത്തിനും ഒക്കെ വളരെയധികം ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകനും ആ വഴിയിൽ തന്നെ തുടരുന്നതാണ്. ചില അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സിഹത്താക്കിയത്ത് നൽകി ഈ സമുദായത്തെയും നാടിനെയും നയിക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് പങ്കെടുക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഒരു പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരനായ MP ആണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സിദ്ദീഖ് MLA അദ്ദേഹം നമുക്കൊരു പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അഡ്വക്കേറ്റ് PTA റഹീം, അദ്ദേഹം നല്ലൊരു സമസ്തക്കാരൻ കൂടിയാണ്. സ്വാഗത പ്രാസംഗികൻ, സമസ്തയുടെ മുഷാവറ സ്വാഗതമാണ് കേട്ടത്. അദ്ദേഹം കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസവും പള്ളിയും പറമ്പും ഒക്കെ എന്തെങ്കിലും ആയിപ്പോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ KT ജലീൽ പാർട്ടി മാറി വന്ന ആളാണ്. പാർട്ടി അയാൾ നോക്കിക്കോളും. പാർട്ടിയുടെ അപ്പുറത്തെ പാർട്ടി ഇപ്പുറത്തെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ അസല് മുന്തുവോ അറിവ് മുന്തുവോ എന്ന് ചോദിച്ചാൽ
അറിവ് കൊണ്ട് അസലിനെ മറികടക്കുക വലിയ പ്രയാസമാണ്. പലപ്പോഴും ഈ അസലാണ് കയറി വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അനുചിതവും എത്ര എന്താ പറയുന്നത് സുഖകരമല്ലായ്മയും ഒക്കെ ചേർന്ന ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത്. ആരും ഉണ്ടാവില്ലേ നല്ല മനോഹരമായി ആ സദസ്സിനും ഈ യാത്രയ്ക്കും ഉചിതമായി ഒരു സ്വാഗതം പറയാൻ? ഇത് ഈ പറഞ്ഞതുപോലെ ഇത്തരം സംഗതികൾ ഈ തങ്ങളുടെ പരിമിതികൾക്കും തങ്ങളുടെ ഒരു സ്വയം വിലയിരുത്തലിനുമൊക്കെ അതീതമായി എന്തൊക്കെയോ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സമൂഹവും ഒരു വലിയ പാരമ്പര്യമുള്ള സംഘടനയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇകഴ്ത്തപ്പെടുന്നത്. അനുചിതമെന്ന് തിരിച്ചറിവുള്ള ആളുകളെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? സ്വന്തം സമുദായത്തിലെ അറിവും ഉയർന്ന ചിന്തയുമുള്ള ആളുകൾ ഇതിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിനും കാരണമായി മാറുന്നത്.